ഹസ്കർ പറഞ്ഞ നിരീക്ഷണം ഞാൻ വളരെ കൗതുകത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. കാരണം കേരളത്തിലെ CPM കഴിഞ്ഞാൽ ഈ പറഞ്ഞ LDF സർക്കാരിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള CPIക്ക് ഈ നന്നായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല പട്ടുമത്തയിൽ കിടക്കുമ്പോഴുണ്ടാകുന്ന ആ മാന്തുന്ന സ്വഭാവമാണെന്ന് പറഞ്ഞതിന് മറുപടി ബിനോയ് വിശ്വവും സത്യം മൊകേരി അടക്കമുള്ള CPM നേതാക്കന്മാർ പറയട്ടെ, അതിൽ ആർജവമുള്ള ആരെങ്കിലും CPIയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സഹയാത്രികർക്ക് ഇടതുബോധം എന്താണെന്ന് അവർ പറഞ്ഞു കൊടുക്കട്ടെ. അതിനപ്പുറം ഞാനൊന്നും പറയുന്നില്ല. ഇനി അതിനപ്പുറത്ത് കാര്യം, ഈ കിൻഫ്ര വഴി വെള്ളം കൊടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രിമാർ പറയുന്നത് കേട്ടു. ഇപ്പോഴും അതിൽ നിന്ന് പതുക്കെ പുറകോട്ട് പോയി. കിൻഫ്ര വഴി വ്യവസായങ്ങൾക്ക് കൊടുക്കുന്നത് അവരുടെ മറ്റ് പല ആവശ്യങ്ങൾക്കുമാണ്, കുടിക്കാനും മറ്റു പല കാര്യത്തിനുമാണെന്നൊക്കെ ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച ആളുകൾക്കോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി കിൻഫ്ര വഴി വെള്ളം കൊടുക്കുന്നത് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എന്നുള്ള ബോധ്യം കൂടി അരുൺകുമാറിന് ഉണ്ടാകേണ്ടതാണ്. പിന്നെ ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യം അരുൺകുമാർ വിട്ടുപോയെന്ന് തോന്നുന്നു. നിങ്ങൾ വിസ്മയ പാർക്ക് നടപ്പാക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് അത്തരത്തിലുള്ള ഒരു മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ട് അവിടുത്തെ സാധാരണ മനുഷ്യരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? അടുത്ത താങ്കൾ പറയുന്നത് എന്താ, ഈ പറഞ്ഞ മദ്യം വാങ്ങുന്നവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് ഹൈക്കോടതി വിധിയുണ്ടെന്ന്. കേരളത്തിൽ എത്ര ബിവറേജ് ഔട്ട്ലെറ്റുകൾ അത്ര സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്നും കൂടി അരുൺകുമാർ ഒന്ന് പറയണം. നമ്മളൊക്കെ കേരളത്തിൽ പൊതുവഴിയിലൂടെ യാത്ര ചെയ്യുന്നല്ലേ, ബിവറേജ് ഔട്ട്ലെറ്റിന്റെ മുമ്പിൽ എത്രത്തോളം സുഖ സൗകര്യങ്ങളാണ് ബിവറേജിൽ മദ്യം വാങ്ങി സർക്കാരിനെ പരിപോഷിക്കുന്ന മദ്യപാനികൾക്ക് കൊടുത്തിട്ടുള്ളത് കൂടി നിങ്ങൾ പറയണം. നിങ്ങൾ എല്ലാ ഹൈക്കോടതി വിധി നടപ്പാക്കുന്ന ആളുകളാണല്ലോ. പിന്നെ നിങ്ങൾ മദ്യ കമ്പനിക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് 2 വർഷമായിട്ട് ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. മലബാർ ഡിസ്റ്റിലറിയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് 2 വർഷമായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. അപ്പോഴാണ് നിങ്ങൾ പാലക്കാട് ജില്ലയിലെ കുടിവെള്ളക്ഷാമം കുറെ കൂടി രൂക്ഷമാക്കുന്ന രീതിയിൽ എലപ്പുള്ളിയിൽ ഇങ്ങനെ ഒരു മദ്യ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുന്നത്. അടുത്തത് താങ്കൾ പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവ് ഇന്ന് പുറത്തുവിട്ട രേഖകളൊക്കെ ക്യാബിനറ്റോട്ടൊക്കെ വെബ്സൈറ്റിലുണ്ടല്ലോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, അന്ന് മുഖ്യമന്ത്രി അനുമതിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ധനകാര്യ വകുപ്പിന്റെ പരിശോധനയും അന്വേഷണം നടത്തിയിരുന്നോ? വ്യവസായ വകുപ്പിന്റെ പരിശോധന അന്വേഷണം നടത്തിയിരുന്നോ? വകുപ്പ് മന്ത്രിയുടെ വകുപ്പിന്റെ അന്വേഷണം നടത്തിയിരുന്നോ? തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അന്വേഷണവും പരിശോധനയും നടത്തിയിരുന്നോ? ഒന്നും നടത്തിയില്ലല്ലോ. MP രാജേഷും മുഖ്യമന്ത്രിയും കൂടി തമ്മിൽ കൂടിയാലോചിച്ച് അത് ക്യാബിനറ്റിൽ വെക്കുന്നു, അത് അംഗീകരിക്കുന്നു. അതിനപ്പുറത്ത് CPI എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഈ മുന്നണിയിലെ പാർട്ടിയുടെ നേതാക്കന്മാരെ പോലും ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മുൻ പ്രതിപക്ഷ നേതാവിന്റെയും നേരെക്കുള്ള ആക്ഷേപം നിർത്തിയിട്ട് നിങ്ങൾ അതിനല്ലേ മറുപടി പറയേണ്ടത്. ഇനി അതിനപ്പുറത്ത് നിങ്ങളുടെ ക്യാബിനറ്റ് നോട്ടിൽ എന്താ പറയുന്നത്? ഈ ഒയാസിസ് കമ്പനി വളരെ മികച്ച കമ്പനിയാണെന്ന്. കുറെ കാലം മുമ്പ് ഇത്തരത്തിൽ പല കമ്പനികളെ കുറിച്ചിട്ട് കേരളത്തിൽ കേട്ടിട്ടുണ്ട്. സ്പ്രിംഗ്ലർ ഡാറ്റ കച്ചവടം നടത്തിയ കമ്പനിയായിരുന്നു, വളരെ മികച്ച കമ്പനിയായിരുന്നു. അതുപോലെ പ്രസാദിയോ AI ക്യാമറയിലെ തട്ടിപ്പ് നടത്തിയ കമ്പനിയായിരുന്നു. അതുപോലെ ലാവ്ലിൻ 374 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കമ്പനിയായിരുന്നു. പിന്നെ ഒരു കമ്പനിയുണ്ട് സാൻ ഫാർമ, കോവിഡ് കാലത്ത് നമ്മളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് പണം കൈമാറ്റം ചെയ്ത തട്ടിപ്പ് കമ്പനിയായിരുന്നു. പിന്നെ ഒന്ന് മാസപ്പടി വാങ്ങുന്ന എക്സാലോജിക് കമ്പനി, അതൊക്കെ നല്ലതായിരുന്നു. ഇനി എന്താ, മണിയാറിലെ വൈദ്യുതി കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇനിയും അനുമതി കൊടുക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയും പോലും അറിയാത്ത രീതിയിൽ, അറിയുന്നതിനേക്കാൾ അപ്പുറത്ത് മുഖ്യമന്ത്രി പറയുന്ന ഈ കാർബറണ്ടം കമ്പനി, അതൊക്കെ മികച്ച കമ്പനിയാണ്. ഒയാസിസ് വളരെ നല്ല കമ്പനിയാണ്. ഊരാളുങ്കൽ, PWC, അതുപോലെ യൂണിറ്റാക്ക്, ലൈഫ് മിഷനിൽ തട്ടിപ്പ് നടത്തിയത്, ഇത്തരം കമ്പനികളൊക്കെ കേരളത്തിൽ പിണറായി വിജയന്റെ കാലത്ത് നല്ല കമ്പനികളായിരിക്കും. ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ക്യാബിനറ്റിൽ നോട്ടെഴുകി അവരുടെ PR ഏജൻസി പോലെ പ്രവർത്തിച്ചപ്പോൾ അവർ ഹരിയാനയിലും പഞ്ചാബിലും അവിടുത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ മാലിന്യം കലർത്തിയതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഡൽഹി മദ്യനയ കേസിൽ ഇതിന്റെ മുതലാളി ജയിലിൽ കിടന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ? അതൊക്കെ അറിഞ്ഞിട്ടാണോ ഈ കമ്പനിക്ക് നിങ്ങൾ പ്രത്യേക താല്പര്യത്തിൽ ലൈസൻസ് കൊടുത്തത്? ഈ കമ്പനി കേരളത്തിൽ വന്നിട്ട് ചെയ്തത് തന്നെ ഒരു തട്ടിപ്പാണ്. ആ പ്രദേശവാസികളെ കോളേജ് തുടങ്ങുമെന്ന് പറഞ്ഞ് പറ്റിച്ച് ഭൂമി വാങ്ങിയിട്ട് അത് മദ്യ കമ്പനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഒന്നാമത്തെ നാട്ടുകാരെ പറ്റിച്ചു. 2 ജലസേചന വകുപ്പിനെ പറ്റിച്ചില്ലേ? വാട്ടർ അതോറിറ്റിയെ പറ്റിച്ചില്ലേ? ഇല്ലേ? അവരെന്തിനാ വേണ്ടിയിട്ട് ലൈസൻസ് എടുത്തത്? എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുന്നത് ജലചൂഷണം ഉണ്ടാകില്ല, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉപയോഗിക്കും എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. കപ്പയ്ക്ക് വില കൂടും, കർഷകർക്ക് ഗുണമുണ്ടാകുന്ന. നിങ്ങൾ ആദ്യം പറഞ്ഞത് സീറോ വേസ്റ്റേജ് എന്നാ. ഈ കപ്പയിലൂടെ മദ്യം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് എക്സൈസ് വകുപ്പ് മന്ത്രി മറ്റ് ഒയാസിസ് കമ്പനിയുടെ മുതലാളിയും കൂടി തിന്നു തീർക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ ലോകത്തിൽ അങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ CPM-കാർ കൊണ്ടിരുന്ന കമ്പനിക്ക് മാത്രം സീറോ വേസ്റ്റേജ് ആണ്, കുടിവെള്ളം ആരുടെ ഉപയോഗിക്കില്ല, മഴവെള്ള സംഭരണിയിലൂടെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ കുടിവെള്ളം മുട്ടുന്ന മനുഷ്യരോട് കൂടി ഇതൊന്നും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നിങ്ങളുടെ MP രാജേഷ് അവതരിപ്പിക്കുന്ന കണക്കുകളൊന്നും അദ്ദേഹം മുൻകാലങ്ങളിൽ പറഞ്ഞ കണക്കുകളുമായിട്ട് ഒരു രീതിയിലും യോജിക്കുന്നില്ല എന്നുകൂടി അരുൺകുമാറിനെ ഓർമ്മിപ്പിക്കുക.